മാതിര കൊലക്കേസ് പ്രതി ജോൺസൺ പിടിയിലായത് കോട്ടയം ചിങ്ങവനത്ത്. ജോൺസൺ ഹോം നഴ്സായി ജോലി ചെയ്തിരുന്ന വീട്ടിലെ യുവതിയാണ് ജോൺസനെ തിരിച്ചറിഞ്ഞ് പഞ്ചായത്ത് അംഗത്തെ വിവരം അറിയിച്ചത്. വിഷം കഴിച്ചെന്ന ജോൺസന്റെ മൊഴിയിൽ പോലീസിന് സംശയമുണ്ട്. ജോൺസനെ പിടികൂടുന്ന ദൃശ്യങ്ങൾ മീഡിയ വണിന് ലഭിച്ചു. ാണ് ഇവിടെ വന്നത്. ഇങ്ങനെ രാവിലെ തൊട്ട് ഫേസ്ബുക്കിലൊക്കെ വാർത്ത ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്കൊരു സംശയം ഉണ്ടായിരുന്നു, വീട്ടിൽ ഇവിടെ നിന്ന ആളെ പോലെ തോന്നി. അപ്പം പിന്നെ 7-ാം തീയതി പോയതാ, ജനുവരി 7-ാം തീയതി പോയിട്ട് പിന്നെ ഇന്നാണ് വരുന്നത്. അപ്പം പിന്നെ സംശയം തോന്നി. ഞങ്ങൾ അടുത്ത മെമ്പറിനോട് പറഞ്ഞ് മെമ്പർ പിന്നെ പോലീസിനെ വിളിക്കുമായിരുന്നു. പുള്ളി ആണെന്ന് തോന്നി. പേരൊക്കെ സെയിം ആയിരുന്നു, വാർത്തയ്ക്കകത്ത് വന്ന പേരും ഇവിടെ ഞങ്ങളോട് പറഞ്ഞ പേരും ഒക്കെ സെയിം ആയതുകൊണ്ട് അപ്പം കൺഫേം ചെയ്തിട്ട് മെമ്പറോട് പറയുമായിരുന്നു. പുള്ളി ഭയങ്കര ക്വയറ്റായിരുന്നു, അങ്ങനെ അധികം സംസാരമൊന്നുമില്ല. അകത്ത് തന്നെ ഇരിക്കുന്ന ഒരു പ്രകൃതമായിരുന്നു. അധികം ആരോടും മിണ്ടി ഞാൻ കണ്ടിട്ടില്ല. ഞാൻ വന്നാലും എന്നോടും അങ്ങനെ അധികം മിണ്ടാറില്ല. ജോസി ബാബുണ്ട് വിവരങ്ങൾ നൽകാനായി. ജോസി, ഈ പ്രതിയിലേക്ക് എത്തുന്നതിൽ ആ നാട്ടുകാരുടെ ഇടപെടൽ തന്നെയാണ് എടുത്തു പറയേണ്ടിയിരിക്കുന്നത്. എങ്ങനെയാണ് ആ പ്രതിയിലേക്ക് ഈ പോലീസ് എത്തിയത്? ഒപ്പം തന്നെ എന്തൊക്കെ വിവരങ്ങളാണ് അവരിൽ നിന്ന് ലഭ്യമാക്കാനാകുന്നത്? അനീഷ, ചിങ്ങവനം പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള കുറിച്ചിയിൽ എന്ന സ്ഥലത്ത് അവിടെ ഒരു വീട്ടിലെ ഹോം നേഴ്സായി ജോലി ചെയ്തു വരികയായിരുന്നു ഈ പ്രതി ജോൺസൺ. കഴിഞ്ഞ ഡിസംബർ മുതൽ ഈ മാസം ജനുവരി 7-ാം തീയതി വരെ ഇയാൾ അവിടെ ജോലി ചെയ്തു. ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് ശേഷം ഇയാൾ അവിടെ എത്തി. തൻ്റെ സാധനങ്ങൾ എടുക്കാനുണ്ട് എന്ന് പറഞ്ഞാണ് അവിടെ എത്തിയത്. ബാഗിൽ ഡ്രസ്സുകളുണ്ട്, അതെടുക്കാനാണ് എന്ന് പറഞ്ഞാണ് അവിടെ എത്തിയത്. ഇയാളുടെ ഈ ഫോട്ടോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങളിൽ വന്നതിനെ തുടർന്ന് ഈ വീട്ടിലെ യുവതി, അതായത് ഒരു പ്രായമുള്ള പിതാവിനെ നോക്കാനാണ് ഇയാളെ ഏൽപ്പിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ മകൾ രേഷ്മ ഇത്തരത്തിലുള്ള സംശയം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായ ഷാജി ചിങ്ങവനം പോലീസിന് വിവരം അറിയിക്കുകയുമായിരുന്നു. പരമാവധി സമയം ഇയാളെ ആ വീട്ടിൽ പിടിച്ചു നിർത്താൻ ശ്രമിച്ചു. അപ്പോൾ ഇയാൾക്കൊരു സംശയം തോന്നി. ഇയാൾ അവിടുന്ന് ഭക്ഷണം കഴിക്കുകയും 200 രൂപയോളം വാങ്ങുകയും ചെയ്തു. പിന്നീട് പെട്ടെന്ന് ഇറങ്ങിയ വഴിയിലേക്ക് നടന്ന വേളയിലാണ് പോലീസ് എത്തി ഇയാളെ പിടികൂടിയത്. പോലീസാണെന്ന് പറഞ്ഞപ്പോൾ അധികം ബലപ്രയോഗങ്ങൾക്ക് നിൽക്കാതെ ഇയാൾ വഴങ്ങുകയും ചെയ്തു. പിന്നീടാണ് ഇത്തരത്തിൽ ജീവനെടുക്കാൻ ശ്രമിച്ചു എന്നുള്ള മൊഴി ഇയാൾ നൽകിയത്. ഇതേ തുടർന്നാണ് കോട്ടയം ജില്ലാ ആശുപത്രിയിലും പിന്നീട് മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചത്. ഇപ്പോൾ ഇയാളുടെ ആരോഗ്യനില തൃപ്തികരമാണ്, രക്തപരിശോധനയ്ക്ക് നൽകിയിട്ടുണ്ട്. അതിൻ്റെ പരിശോധനാ ഫലം കൂടി വന്നതിന് ശേഷം തിരുവനന്തപുരത്ത് പോലീസിന് കൈമാറുന്ന അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കും. എന്തായാലും ഇയാൾ ഇത്തരത്തിൽ ഗൗരവതരത്തിലുള്ളൊരു കുറ്റകൃത്യം ചെയ്ത ആളാണ് എന്ന ഞെട്ടലിലാണ് കുറിച്ചി നിവാസികൾ. നമ്മളുടെ പ്രതികരണങ്ങൾ നമ്മളോട് പങ്കുവച്ച് പഞ്ചായത്ത് അംഗവും അതോടൊപ്പം രേഷ്മ എന്ന ആ വീട്ടിലെ അംഗവും അതുപോലെ ഇയാൾ ജോലി ചെയ്ത വീട്ടിലെ നോക്കാൻ നിന്നിരുന്ന ആൾ, അദ്ദേഹം അടക്കം നമ്മളോട് പ്രതികരിച്ചു. വളരെ ശാന്തപ്രകൃതക്കാരനായിരുന്നു. കൂടുതൽ സമയം മൊബൈലിൽ ചെലവഴിക്കുന്ന, മറ്റാരോടും അധികം സൗഹൃദ സംഭാഷണം ഒന്നുമില്ലാത്ത ഒരാളായിരുന്നു. ഇങ്ങനെയുള്ള ഒരാളാണ് ഈ ക്രൂര കൃത്യം നടത്തി ഇവിടെ എത്തിയതെന്നുള്ള കാര്യത്തിൻ്റെ ഞെട്ടലിലാണ് അവരെന്തായാലും. ഇനി ചിങ്ങവനം പോലീസ് അവസരോചിതമായി ഇടപെട്ട് ഇയാളെ കസ്റ്റഡിയിലെടുത്തതിനാൽ ഇയാൾക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇനി ഇയാളുടെ ആരോഗ്യ സ്ഥിതി അനുസരിച്ചുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും മറ്റ് നടപടികൾ പോലീസ് സ്വീകരിക്കുക. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് പോലീസിന് കൈമാറുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുക. എന്തായാലും വൈകിട്ടോടുകൂടി തിരുവനന്തപുരത്തു നിന്നുള്ള പോലീസ് സംഘം കോട്ടയത്തെത്തി ക്യാമ്പ് ചെയ്ത് ഇയാളുടെ ആരോഗ്യനില പരിശോധിച്ച ശേഷം ഇയാളെ തിരികെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അനീഷ. ശരി, ജോസി ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.